ഹായ് ഫ്രണ്ട്സ്, അഭിസുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UK നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെങ്കിലും ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റോ ഫുട്ബോൾ ടൂർണമെൻറ്റോ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് നമ്മളൊരു 4 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇതിപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനെ കണ്ടു നോക്കിയപ്പോൾ ഇതിൽ ഒത്തിരി ഇൻഫർമേഷൻ ആ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. പിന്നെ ഈ ബാഗിന് ഒരു 10 പൗണ്ട് വെച്ചാൽ അവർ ചാർജ് ചെയ്യില്ലായിരിക്കോ? അല്ലെങ്കിൽ ഒരു 6 പൗണ്ട് ചാർജ് ചെയ്യില്ലേ? നമ്മൾ എടുക്കോ, നമ്മളിത് വെക്കാൻ. ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആട്ടോ. നിങ്ങൾ ട്രാവൽ ചെയ്യണ ജോബാണ് നിങ്ങളുടേന്നുണ്ടെങ്കിൽ 1 മന്ത് 7 പൗണ്ട് കൊടുക്കുവാണെങ്കിൽ ഊബർ ഈറ്റ്സിന് ഡെലിവറി ഫ്രീ ആയിട്ട് നമുക്ക് 1 മന്ത് പാക്കേജ് പോലെ എടുക്കാം. പിന്നെ അതേ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ ഫിഞ്ചിലി ഇന്ന് തൊട്ടടുത്ത് ഇറങ്ങാം. 11 മണിയാണോ? പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഇൻഫർമേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ടിൻ്റെ കാറ് അവൻ UK 2 മാസത്തേക്ക് നാട്ടിൽ പോയി. അപ്പോൾ അവൻ്റെ കാറ് വിൽക്കാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാറ് നമ്മൾ എടുക്കുമ്പം എങ്ങനെ ഇൻഷുറൻസ് ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യം നമുക്ക് കുറച്ച് പണി കിട്ടിയായിരുന്നു അതിൽ. എന്നാ വെച്ചാൽ അവൻ ഓൾറെഡി അവൻ്റെ ഇൻഷുറൻസ് നിർത്തി വെച്ചിട്ടാണ് അവൻ പോയത്. അപ്പോൾ ആ ഇൻഷുറൻസ് എടുക്കാൻ നമ്മൾ പെട്ട പാടും സൺസ്ക്രീമാണ് ഈ ബാഗിൽ. ഫ്ലോ പോയിലൂടെ അവൻ ക്യാൻസൽ ചെയ്തിട്ടാണ് പോയത്. അപ്പം നമ്മൾ റോഡ് ടാക്സും എടുത്തു. പിന്നെ ഇൻഷുറൻസ് ഗുവ എന്ന് പറഞ്ഞു. ഗുവ എന്നാണ് ആ ഇൻഷുറൻസിൻ്റെ പേരിന്. കുവ ഇൻഷുറൻസ് നമുക്ക് 6 മണിക്കൂറിന് 30 പൗണ്ടിനാണ് കിട്ടിയത്. കാര്യം അത് നല്ല റേറ്റാണെന്ന് അറിയാം. പക്ഷെ വേറെ ഒന്നും എടുക്കാൻ പറ്റിയിട്ട് നമ്മൾ റിജക്ഷൻ കാണിക്കുമായിരുന്നു. ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രൈമറി ഞാൻ വേഗം എടുക്കത്തുള്ളൂ. ഇപ്പം സെക്കൻഡറി ആയിട്ട് വെച്ച സാധനം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിൽ എന്തെങ്കിലും വന്നാൽ വേഗം ഇൻഷുറൻസ്. വേഗമല്ല, ശരിക്കും നമുക്ക് അല്ലാതെ കിട്ടും. നമുക്ക് confused.com കയറിയിട്ട് മറ്റേ ക്വിക്കായിട്ട് കോട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. വേറെ കമ്പനീസ് ഉണ്ടാ. പിന്നെ പെട്ടെന്ന് വേഗമാണ് കുറച്ചും കൂടെ നമുക്ക് ചെയ്യാനും. വേഗം മാത്രമേ വരത്തുള്ളൂ. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തേക്ക് കിട്ടത്തില്ല. ഇനി ഈ വീഡിയോയുടെ അടുത്തൊരു ഇൻഫർമേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഇടിയപ്പവും ഇറച്ചിയും തിന്നാൻ പോവാണ്. അപ്പോൾ ലണ്ടനിൽ തന്നെ നിങ്ങൾക്കൊക്കെ നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ. നല്ല ഇടിയപ്പം ഇറച്ചിയും ബൊഫെ പൂരി മസാല അങ്ങനെയുള്ള ഫുഡ് കഴിക്കാനാണ് നമ്മൾ ഇനി അടുത്ത് പോണത്. ഓക്കെ, അപ്പോൾ ഇത് ഇനി റൂമിൻ്റെ കിച്ചണും ബാത്റൂമും കൂടെ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇവിടെ വേറെ 3 റൂമുണ്ട്. എല്ലാം നമ്പർ സിസ്റ്റം ആട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഓണറിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്യൂരിറ്റി ഗാർഡോ ഒന്നും നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇതായിരുന്നു നമ്മുടെ ബാത്റൂം. അവിടെ കുളിക്കാനും ബാത്റൂമാണെങ്കിലും എല്ലാം ഷവർ ജെല്ലും പേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ കിച്ചൺ. നമുക്ക് 4 പേര് ഇന്നതിന് 110 പൗണ്ട് 100 പൗണ്ട് സംതിങ് ആണ് ആയിട്ടുള്ളൂ. ഇത് ഓവൻ കാര്യം, പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ കേട്ടോ. ഓക്കെ, ഇന്നലെ രാത്രി നമ്മൾ താമസിച്ച് വന്നുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. എക്സ്ട്രാ പില്ലോയും കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ 4 പേർക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിലും ഒരു 6 പേർക്ക് അവിടെ കയറി കിടക്കാം സുഖമായിട്ട്. പക്ഷെ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കണേയല്ല, ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞതാണ്. ഇപ്പോൾ 11 മണിക്ക് നമുക്കൊരു മെയിൽ വന്നു, എന്തെങ്കിലും വേസ്റ്റോ കാര്യം ഉണ്ടെങ്കിൽ വെളിയിൽ വേസ്റ്റ് ബിന്നുണ്ട്, അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണമെന്ന്. അതല്ലാതെ വേറെ ആരെയും നമ്മൾ കാണുന്നില്ല. നാട്ടിലേക്കാണെങ്കിൽ ഒരാൾ വന്ന് നോക്കും, നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് വെക്കേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ വരുമ്പോൾ ഒരാൾ താക്കോല് തരും. അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു ഇന്നലെ. പിന്നെ അവർ പറഞ്ഞു 8 മണി വരെ നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കിയാൽ നോ ഇഷ്യൂസ്. 8 മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കരുത്, റൂമിൽ നിന്ന് സൗണ്ട് വെളിയിൽ വരരുത്. കാര്യം വർക്കിനായിട്ട് വന്നവർ ഉണ്ട്. അതിപ്പം ഈ എയർബിഎൻബിയിൽ എവിടെ എടുത്താലും, എയർബിഎൻബിയിലല്ല ഏതിലെടുത്താലും അത് അങ്ങനെ തന്നെയാണ് അവർ പറയുള്ളൂ. കാര്യം ഒത്തിരി വർക്കിംഗ് പ്രൊഫഷണൽസ് ഇങ്ങനെ റൂം എടുക്കണവരുണ്ടാവും. അപ്പോൾ അവർക്കൊരു വിധത്തിലും ശല്യം ചെയ്യരുത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൂട്ടുകാരന്മാരായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു വണ്ടി എടുക്കാൻ ഇവിടെയുള്ള ഉദ്ദേശമുണ്ട്. അപ്പം കൂട്ടുകാരൻ പറഞ്ഞ, എടാ വണ്ടി ഇപ്പോൾ എടുക്കണ്ട. കാര്യം ഇപ്പോൾ നമ്മൾ ഫുട്ബോളിൻ്റെ സ്റ്റേഡിയം ഉണ്ടല്ലോ, അവിടെ പോയി കഴിയുമ്പോൾ അവിടെ വണ്ടി ഇടാൻ ഏകദേശം 120 പൗണ്ടൊക്കെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ടെസ്കോയിൽ ഇട്ടിട്ട് ഫൈൻ മേടിക്കുവാണെങ്കിൽ 40 പൗണ്ടുള്ളൂ എന്നുള്ള ഒരു ടിപ്പും അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറയുക, നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊരു അത് ചെയ്യാൻ വേണ്ടിയല്ല, നമ്മൾ ഓരോരുത്തർക്കുടെ അവസ്ഥ വെച്ചാണ് വീഡിയോ ചെയ്യണം. ഇപ്പം നമ്മുടെ കൂട്ടുകാരന് ആ അവസ്ഥ ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയും. അല്ലേ ഗോപി? ടെസ്കോയിലിട്ടപ്പോൾ നമുക്ക് ഫൈൻ കിട്ടിയത് നമ്മുടെ ഫ്രണ്ടിന് എത്ര 40 പൗണ്ടല്ലേ ഫൈൻ കിട്ടിയത്. പക്ഷേ സ്റ്റേഡിയത്തിൽ നമ്മൾ വണ്ടി ഇടുവാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 220 പൗണ്ട്. അന്നത്തെ ദിവസം കാണിച്ചു 220 പൗണ്ട്. അന്നത്തെ ദിവസം 220 പൗണ്ട് കാണിച്ചു അല്ലേ? അന്ന് വന്നപ്പം
നമ്മൾ വിചാരിച്ച് 20 കൊടുക്കുന്ന കാണാൻ ഒരു ഫൈൻ അടിച്ചാൽ 30 കൊണ്ടല്ലേ പോകത്തുള്ളൂ. 30 കൊണ്ട്, പക്ഷെ പോയിന്റും കാര്യങ്ങളൊന്നും അല്ല, പാർക്കിംഗ് ഫൈനിൽ ഒരിക്കലും ടിക്കറ്റും കാര്യങ്ങളൊന്നും വരൂല. ടിക്കറ്റ് അല്ല, പോയിന്റ്. പോയിന്റ് ഒന്നും വരില്ല. ഓക്കെ, ഇത് ഫുള്ളും ഇത് ഇങ്ങനത്തെ സംഭവങ്ങളാട്ടോ. അതെ, മൊത്തം ഇങ്ങനത്തെ ഇത്. അതെ, നമ്മളിവിടെയാണ് നിന്നത്. ഇതേ ഹരിയും അവനും വന്നുണ്ട്. അമ്മാരനോട് അവിടെ ആലോചിക്കണ ഗായ്സ് ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ വൺ ഡേ ആണെങ്കിൽ നമുക്കിവിടെ വണ്ടി ഇടാം എന്നാണ് നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ പറഞ്ഞ്. പക്ഷെ അത് നിങ്ങൾ റൂം എടുക്കുമ്പോൾ തന്നെ അവരായിട്ടൊന്ന് സംസാരിക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും വികലാംഗരോ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇവർ പാർക്കിങ് ഫ്രീ തന്നോളൂ. പക്ഷേ വൺ ഡേ ആണെങ്കിൽ നമുക്ക് വണ്ടി ഇടാമെന്ന് ഫ്രണ്ട്സ് പറയുന്നുണ്ട്. അവരിതുപോലെ ഇതിന് മുമ്പ് വന്നപ്പോൾ വണ്ടി ഇട്ടു, പക്ഷെ ഫൈൻ കൊടുത്തിട്ടില്ല എന്ന് ഇപ്പം ഹരി പറയുന്നുണ്ട്. ഹരി കഴിഞ്ഞ ഓണമെന്നിപ്പം ഇവിടെ തന്നെയാണ് റൂം എടുത്തത്. ഹരിയാണ് ഈ തവണ നമുക്കിത് സെലക്ട് ചെയ്ത് തന്നത്. നമ്മൾ ആ നിന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആൾഡിയും കാര്യങ്ങളുണ്ട്. ആൾഡി ഉണ്ട്, സെയിൻസ്ബറി ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് രാത്രി ആണെങ്കിൽ ഇവിടെ നിന്ന് സാധനം മേടിക്കാനൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ശരിക്കും ബാംഗ്ലൂർ പോലെ അല്ലേ സാധനങ്ങൾ പുറത്ത്. ലണ്ടനിലെ എല്ലാ സ്ട്രീറ്റും പല പല. ഇപ്പം ഇന്നലെ പോയ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പക്ക അറബിക് സ്ട്രീറ്റ് ആയിരുന്നു, മൊത്തം അറബികൾ. ഇതിപ്പം ഒരു ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇന്ത്യൻ എന്നൊക്കെ പറയാം. ഇന്ത്യൻ സ്ട്രീറ്റ് 15 പോണ്ട് ഏതെടുത്താലും. ബംഗ്ലാദേശുകാരാടാ. ഇതന്നെ ഇത് ക്യാസിനോ. ഗോപി ഇവിടുന്ന് ഒത്തിരി നടക്കാണ്ടാ. ഇത് തന്നെ ഗുരുദ്വാറാണോ? മദ്രാസ് റെസ്റ്റോറൻറ്റ് ഗായ്സ്. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന വെമ്പിളിയിലെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏകദേശം സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇതേ കാണുന്നതാണ് നമ്മുടെ ദ മദ്രാസ് റെസ്റ്റോറൻറ്റ് ആൻഡ് ലോഞ്ചിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ് നമ്മൾ നിന്ന ക്യൂ അവിടെ ഇപ്പോഴും ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റമൊന്നും പറയാനില്ല. നമ്മുടെ ഫുഡ് ബ്ലോഗ് കൊണ്ട് ഇന്നാണ് ശരിക്കുമുള്ള ഹരി നമ്മുടെ ഫുഡ് ബ്ലോഗ് കൊണ്ട് ഇന്നാണ് ശരിക്കുമുള്ള ഗുണം ഉണ്ടായത്. നമ്മൾ ആ പോയി ഫുഡ് ബ്ലോഗ് ചെയ്ത പുള്ളിയായൊരു യാദൃശ്യമായിട്ട് കണ്ടു. നീ പോലും പ്രതീക്ഷിച്ചോ? നമുക്ക് എങ്ങനെയാലും വെക്കാം. ഈ തിരിച്ചിറങ്ങുമ്പോഴോ ഈ ക്യൂ തന്നെ നമ്മൾ നിൽക്കണ്ടേ. പിന്നെ ഇത് ഇരട്ടിയായിരിക്കും. പിന്നെ ഈ ബാഗിന് ഒരു 10 പൗണ്ട് വെച്ചാൽ അവർ ചാർജ് ചെയ്യില്ലായിരിക്കോ? അല്ലെങ്കിൽ ഒരു 6 പൗണ്ട് ചാർജ് ചെയ്യില്ലേ? നമ്മൾ എടുക്കും. നമ്മൾ വെക്കാൻ പറ്റുമ്പോഴത്തേക്കും എല്ലാവരും ഒരുമിച്ചില്ല വരുന്നത്. പല സമയത്ത് വരുന്നവർ കൊണ്ട് ബാഗ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും ക്യൂ. പക്ഷെ എല്ലാവരും ഒരേ സമയത്ത് ഇറങ്ങുന്നത്. അപ്പൊ എന്തോരം ക്യൂ ആയിരിക്കും. ഇതാണ് ക്യൂ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അങ്ങേ അറ്റം വരെ ഉണ്ട് ക്യൂ. ടിക്കറ്റ് കൗണ്ടറിലോട്ട് എത്തി നമ്മള്.